അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞ് നടന്നിട്ടുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ഗതകാല ജീവിതങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഒരുപാട് നന്മകളുടെയും തിന്മകളുടെയും സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും സമ്മിശ്രമാണ് ഓരോരുത്തരുടെയും ജീവിതം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ജീവിതത്തിന് നമുക്കുമൊക്കെ ഒരർത്ഥമുണ്ടാവുന്നത്. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. പാപഭാരങ്ങളാൽ കുറ്റബോധം വേട്ടയാടി തകർന്നു പോകുന്ന, ഡിപ്രഷൻ ബാധിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന, മാനസിക നിലയിൽ പ്രതിസന്ധിയിലായി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തീർത്തും സാധാരണമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. അവിടെയാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ കരുത്താർജിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ, പോരായ്മകൾ, ന്യൂനതകൾ, തെറ്റുകുറ്റങ്ങൾ, ഇതൊക്കെയും പങ്കുവെക്കാൻ അവനൊരു ഇടമുണ്ട്. രാജാതിരാജനായ റബ്ബിൻ്റെ അനുഗ്രഹീതമായ സന്നിധി. വന്നുപോയ അപരാധങ്ങളിൽ ആത്മാർത്ഥമായി ഖേദിച്ചു അവൻ്റെ ഹൃദയമറിഞ്ഞ് തൗബയിലൂടെ അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നിന്ന് ഉറ്റിവീഴുന്ന രണ്ടിറ്റ് കണ്ണുനീർ മതി അവൻ്റെ ആയുഷ്കാലം മുഴുവൻ സുഹൃതമാവാൻ. മഹാനായിരിക്കുന്ന സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമുണ്ട്. പ്രിയമുള്ളവരെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരങ്ങളെ ആത്മപരിശോധനകൾക്ക് വിധേയമാക്കുക. എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇന്ന് ചെയ്ത ശരികളുടെയും ഇന്ന് ചെയ്ത തെറ്റുകളുടെയും കണക്കെടുക്കുക. അങ്ങനെയുള്ള കണക്കെടുപ്പുകൾ, അങ്ങനെയുള്ള ഒരു വിചാരണ ചെയ്യൽ സ്വന്തമായി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ശരികളുടെ എണ്ണം വർദ്ധിക്കുവാനും തെറ്റുകളുടെ എണ്ണത്തെ കുറക്കുവാനും മാനസികമായും ശാരീരികമായും സ്വയം വിചാരണ ചെയ്യൽ അവനിക്ക് ഏറ്റവും അനുഗുണമുള്ളതാക്കും. അതിലൂടെ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്താൻ അവനിക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, എല്ലാ സമയവും എല്ലാ നേരവും അവൻ്റെ വിളിക്ക് കാത്തുനിൽക്കുന്ന ഉടമയായ അള്ളാഹു ഉണ്ട് എന്നുള്ളതും ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്നതാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾക്ക് സർവ്വതും നൽകാമെന്ന ഉടമയുടെ വാക്കുകൾ ഒരടിമക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. എല്ലാം നൽകാൻ തയ്യാറായ ഉടമയുടെ വാക്കുകൾ. ചോദിക്കുക എന്ന ഒരു ഡിമാൻഡ് മാത്രമാണ് അടിമകളെ സംബന്ധിച്ചോളം ഉള്ളത്. ചോദിച്ചാൽ എല്ലാം നൽകാൻ തയ്യാറായ റബ്ബ്. ചോദിക്കുക എന്നുള്ള ഒരു കടമ്പ മാത്രമാണ് അടിമകൾക്ക് മുമ്പിലുള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ചോദ്യത്തിൻ്റെ സമയത്തിൻ്റെ അവസാനം. ഇന്നല്ലാഹ തആല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ്, അവൻ്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ ഒരടിമയുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന, ഒരു മനുഷ്യൻ്റെ ദുആ, അവൻ്റെ കരഞ്ഞു കലങ്ങിയുള്ള തൗബയുടെ സ്വീകരണം അവൻ്റെ മരണത്തിൻ്റെ അവസാന സമയങ്ങൾ വരെയും നീണ്ടു നിൽക്കുന്നുണ്ട്. അത്രയും കാരുണ്യവാനായ റബ്ബിൻ്റെ ഒരു നോട്ടമാണ് അടിമകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബ് എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു സംശയവും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു ചിന്തക്കോ ഒരു സംശയത്തിനോ നമ്മുടെ ജീവിതത്തിൽ ഒരിടമേ നൽകേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നത് ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. ദുആ ചെയ്തിട്ട് ഇത്രയും കാലം ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊരു നിരാശ തോന്നാറില്ലേ? ഒരിക്കലും അതിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആവശ്യങ്ങൾ ചോദിക്കുന്ന അടിമയുടെ ശബ്ദം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. പെട്ടെന്ന് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്താൽ
ആ സ്നേഹമസൃണമായ ശബ്ദം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള അടിമയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ താല്പര്യങ്ങളാണ് നമ്മുടെ ദുആകൾക്ക് ചിലപ്പോഴൊക്കെ ഉത്തരങ്ങൾ വൈകാനുള്ള കാരണം. തൻ്റെ വാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ മരുഭൂമിയിൽ ഒരുപാട് നേരത്തെ അലച്ചിലുകൾക്ക് ശേഷം തൻ്റെ വാഹനമായ ഒട്ടകം തിരികെ കിട്ടുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് സമാനമാണ് തെറ്റ് ചെയ്ത അടിമ അള്ളാഹുവിനോട് പാപമോചനത്തിനായി തേടുന്ന സമയങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ പലതും സംഭവിച്ചേക്കാം. മനുഷ്യരാണ്. പാപപങ്കിലമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വന്നേക്കാവുന്ന പാകപ്പിഴവുകൾ, വന്നേക്കാവുന്ന അപരാധങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പങ്കുവെക്കുമ്പോഴാണ് റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്, റബ്ബ് നമ്മുടെ പാപമോചനങ്ങൾ എഴുതി വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടത്തോടെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, ചെയ്തുപോയ തെറ്റുകളിൽ ഖേദം കൊണ്ട് ഹൃദയമറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.